ഹായ് എവരിബഡി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ സമയം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് കേട്ടോ. നമ്മളോട് ഒരാൾ സമയം ചോദിക്കുകയാണെങ്കിൽ വാട്ട്സ് ദി ടൈം നൗ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പലതരത്തിൽ സമയം പറഞ്ഞു കൊടുക്കേണ്ടി വരില്ലേ. വെറും നമ്മളിപ്പോൾ 2 മണിയായി, 3 മണിയായി, 4 മണിയായി ഇങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ. ഇത് പറയാൻ നമുക്ക് എളുപ്പമല്ലേ. ഇറ്റ്സ് 5 o'clock, ഇറ്റ്സ് 2 o'clock, ഇറ്റ്സ് 1 o'clock ഇങ്ങനെ പറയാം. പക്ഷേ നമുക്ക് ഇങ്ങനെയും പറയേണ്ടി വരും. 2 മണി കഴിഞ്ഞു, 3 മണി കഴിഞ്ഞു, 2 മണിയാകാൻ ഇനി 10 മിനിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ 4 മണിയാകാൻ പോകുന്നു. ഇങ്ങനെയൊക്കെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് സമയം പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെയൊക്കെ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഓവർ ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. 2 മണിയായി, 2 മണിയായി എങ്ങനെ നമുക്ക് പറയാം? ഇറ്റ്സ് 2 o'clock എന്ന് പറയാം. ഇറ്റ്സ് 2 o'clock. ഇറ്റ്സ് 2 മണിയായി, ഇറ്റ്സ് 2 o'clock. ഇപ്പൊ 4 മണിയായി, ഇതെങ്ങനെ പറയാം? ഇറ്റ്സ് 4 o'clock. ഇറ്റ്സ് 4 o'clock. ഇപ്പൊ 4 മണിയായി, ഇറ്റ്സ് 4 o'clock. ഇപ്പൊ 4:20 ഇതെങ്ങനെ പറയാം? 4:20. ഇറ്റ്സ് 4:20 എന്നല്ലേ? 4:20. ഇറ്റ്സ് 4:20. ഇറ്റ്സ് 4:20. ഇപ്പൊ 4:20. ഇറ്റ്സ് 4:20. ഇനി 2 മണി കഴിഞ്ഞു. കഴിഞ്ഞു എങ്ങനെ പറയാം? പാസ്റ്റ് ആണല്ലേ. അപ്പൊ എന്താ പറയാം? ഇറ്റ്സ് പാസ്റ്റ് 2 o'clock. It's past 2 o'clock. It's past 2 o'clock. ഇനി 2:30 കഴിഞ്ഞു. അപ്പൊ എങ്ങനെ പറയാം? It's past 2:30. 2:30 എന്നുള്ളത് 2:30. It's past 2:30. ഇനി 2:45 കഴിഞ്ഞു. 2:45 കഴിഞ്ഞു. ഇതെങ്ങനെ പറയാം? It's past 2:45. It's past 2:45. 2:45 കഴിഞ്ഞു. ഇത്രയും ക്ലിയർ ആയല്ലോ. 1 മണിയായി, ഇറ്റ്സ് 2 o'clock. ഇപ്പൊ 4 മണിയായി, ഇറ്റ്സ് 4 o'clock. 4:20 ഇറ്റ്സ് 4:20. 2 മണി കഴിഞ്ഞു, ഇറ്റ്സ് പാസ്റ്റ് 2 o'clock. 2:30 കഴിഞ്ഞു, ഇറ്റ്സ് പാസ്റ്റ് 2:30. 2:45 കഴിഞ്ഞു, ഇറ്റ്സ് പാസ്റ്റ് 2:45. പിന്നെ നമ്മളിങ്ങനെ പറയാറില്ലേ, 4 മണി ആകാറായി, 4:30 ആകാറായി, 6:15 ആകാറായി, 2:45 ആകാറായി, ഇങ്ങനെ ആകാറായി എന്ന് പറയാറില്ലേ നമ്മൾ. അതെങ്ങനെ നമുക്ക് പറയാൻ നമ്മൾ നോക്കാം കേട്ടോ. 4 മണി ആകാറായി, ഇങ്ങനെ ആകാറായി എന്ന് പറയാനായിട്ട് എന്ത് പറയണം? ഓർത്ത് വെക്കണം. നേരം ഇറ്റ്സ് ഗെറ്റിംഗ് ഓൺ എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇറ്റ്സ് ഗെറ്റിംഗ് ഓൺ ടു എത്ര? 4 മണിയാണല്ലേ. അപ്പൊ ഇറ്റ്സ് ഗെറ്റിംഗ് ഓൺ ടു 4. It's getting on to 4. Okay, it's getting on ആകാറായി. ഓക്കെ, അപ്പൊ it's getting on to 4. 4 മണി ആകാറായി. ഓക്കെ, ഇനി 4:30 ആകാറായി, ആകാറായി. It's getting on to 4:30. 4:30. 4:30. It's getting on to 4:30. ഇനി 6:15 ആകാറായി, ആകാറായി. It's getting on to 6:15. 6:15 എന്നുള്ളത് 6:15. 6:15. It's getting on to 6:15. 6:15 ആകാറായി. ഇനി 2:45 ആകാറായി, ആകാറായി. It's getting on to 2:45. 6:45. 2:45. 6:45. 6:45. ഓക്കെ, അപ്പോൾ 4 മണി ആകാറായി, ഈസ് ഗെറ്റിംഗ് ഓൺ ടു 4. 4:30 ആകാറായി, ഈസ് ഗെറ്റിംഗ് ഓൺ ടു 4:30. 6:15 ആകാറായി, ഈസ് ഗെറ്റിംഗ് ഓൺ ടു 6:15. 2:45 ആകാറായി, ഈസ് ഗെറ്റിംഗ് ഓൺ ടു 6:45. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. 2 മണിയാകാൻ 3 മിനിറ്റ്. നമ്മളിങ്ങനെ പറയാറില്ല, 2 മണിയാകാൻ 3 മിനിറ്റ് ഉണ്ട്, 5 മണിയാകാൻ 9 മിനിറ്റ് ഉണ്ട്. ഇങ്ങനെയുള്ളതൊക്കെ എങ്ങനെ പറയാൻ എളുപ്പത്തിൽ പറയാം. 2 മണിയാകാൻ 3 മിനിറ്റ് എങ്ങനെ പറയാം? ഇറ്റ്സ് 3 മിനിറ്റ് അല്ലേ. ഇറ്റ്സ് 3 to
ഇറ്റ്സ് 3 to 2. ഓക്കെ, ഈ മിനിറ്റ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മിനിറ്റിനെയാണ് കാണിക്കുന്നത്. ഇറ്റ്സ് 3 to 2, അതായത് 2 മണിയാകാൻ 3 മിനിറ്റ് എന്നാട്ടോ. ഇറ്റ്സ് 3 to 2. ഓക്കെ, ഇനി 5 മണിയാകാൻ 9 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ആദ്യം 9 മിനിറ്റ് ആണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ഇറ്റ്സ് 9 to 5. എങ്ങനെ പറയാം? ഇറ്റ്സ് 9 to 5. 5 മണിയാകാൻ 9 മിനിറ്റ് ഉണ്ട്. ഇനി 8 മണിയാകാൻ 5 മിനിറ്റ് ഉണ്ട്. എങ്ങനെ പറയാം? ഇറ്റ്സ് 5 മിനിറ്റ് അല്ലേ. ഇറ്റ്സ് 5 to 8 മണി. ഇറ്റ്സ് 5 to 8. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം 2 മണിയാകാൻ 3 മിനിറ്റ്. ഇറ്റ്സ് 3 to 2. 5 മണിയാകാൻ 9 മിനിറ്റ്. ഇറ്റ്സ് 9 to 5. 8 മണിയാകാൻ 5 മിനിറ്റ് ഉണ്ട്. ഇറ്റ്സ് 5 to 8. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇംഗ്ലീഷിൽ എങ്ങനെ സമയം പറയാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം പറയുന്ന രീതികളൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ ക്ലാസ്, ആൻഡ് ഇഫ് യു ഫൈൻഡ് ദിസ് ക്ലാസ് യൂസ്ഫുൾ, ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.